ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് ഡിജിറ്റാണ്. സോ അത് തന്നെ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഈ യൂണിറ്റ് ഡിജിറ്റിൽ നമുക്ക് ഫാക്ടോറിയൽ വരും. അപ്പോൾ നമ്മളെങ്ങനെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ടോപ്പിക്ക്. ഓക്കെ, അതായത് ഇപ്പോൾ വരികയാണ് 123 പവർ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ 123 ഫാക്ടോറിയൽ പവർ 3 or 123 പവർ 3 123 ഫാക്ടോറിയൽ പവർ 3 ഫാക്ടോറിയൽ ഇങ്ങനെയൊക്കെ വരാം. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് ചോദിക്കാം. അപ്പോൾ ആദ്യം ഫാക്ടോറിയൽ എന്താണെന്ന് അറിയാം. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ n, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് n ഫാക്ടോറിയൽ. അതായത് ഇതാണ് ഫാക്ടോറിയലിൻ്റെ സിമ്പൽ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് പറഞ്ഞാലും n ഫാക്ടോറിയൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ? ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ n വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനെയാണ് നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാക്ടോറിയൽ എങ്ങനെ കിട്ടും? n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, അതായത് 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3. ദെൻ 4 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. 5 ഫാക്ടോറിയൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ 100 ഫാക്ടോറിയൽ എന്ന് പറയുകയാണെങ്കിൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 99 ഇൻറ്റു 100. അതായത് 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ നമ്മൾ പറയുന്ന 100 ഫാക്ടോറിയൽ. അപ്പോൾ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. 2 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 2 ആണ്. 3 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 6. ദെൻ 4 ഫാക്ടോറിയലിൻ്റെ വാല്യൂ ഇതിൻ്റെ കൂടെ നമ്മളൊരു 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 24 എന്ന് കിട്ടി. ദെൻ 24 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയലായി 120 എന്നാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ 4 പവർ 4, അതേപോലെ 4 ഫാക്ടോറിയൽ പവർ 4 ഫാക്ടോറിയൽ, ദെൻ 4 ഫാക്ടോറിയൽ പവർ 4, ദെൻ 4 പവർ 4 ഫാക്ടോറിയൽ. ഈ 4 നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് ഒന്നാമത്തെ നമ്മുടെ വർക്ക്. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ള വർക്ക് ഇതാണ്. അതായത്
ഈ ഇത്രയും നമ്പേഴ്സിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 4 പവർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ്? 4 പവർ 4 എന്ന് പറഞ്ഞാൽ 4 പവർ 2 ഇൻറ്റു 4 പവർ 2 ആണ് അല്ലേ? അല്ലെങ്കിൽ പറയാം 4 പവർ 4 എന്ന് പറഞ്ഞാൽ ഈവൻ ആണ് ഇവിടെ പവർ വന്നിരിക്കുന്നത്. 4ൻ്റെ പവർ ഈവൻ വന്നിട്ടുണ്ട്. അപ്പോൾ 4ൻ്റെ പവർ ഈവൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്? 6 ആണ് യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, 6 ആണ് അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്. ദെൻ അടുത്തത് ഫോർ ഫാക്ടോറിയൽ പവർ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. ഓക്കെ, ദെൻ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. സോ ഇവിടെ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. ദെൻ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 എന്ന് പറയുമ്പം ഇത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? 4 പവർ ഈവൻ ആണ് നമുക്ക് വരുന്നത്. 4 പവർ ഈവൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. ഇനി 4 ഫാക്ടോറിയൽ പവർ 4 അത് വന്നു കഴിഞ്ഞാലും 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 പവർ 4 ആണ്. അതായത് ഇവിടെ കിട്ടുന്നത് ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 24ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. 4 പവർ 4 എന്ന് വരും. ഓക്കെ, സോ 4 പവർ 4 അതായത് 4ൻ്റെ അവിടെ ഈവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. സിമിലർ കേസ് തന്നെ 4 പവർ 4 ഫാക്ടോറിയലും വരും. 4 പവർ 4 ഫാക്ടോറിയൽ വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം. 4 പവർ 4 ഫാക്ടോറിയൽ വന്നു കഴിഞ്ഞാൽ 4 പവർ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. സിമിലർ കേസ് തന്നെയാണ്. 4 പവർ ഈവൻ എന്ന് വരും. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 കിട്ടി. ഇനി നമ്മൾ ഇതുപോലെ തന്നെ 3യുടെ കേസ് നോക്കാം. അതായത് 3 പവർ 3 ഫാക്ടോറിയൽ പവർ 3 ഫാക്ടോറിയൽ ആൻഡ് 3 ഫാക്ടോറിയൽ പവർ 3 ദെൻ 3 പവർ 3 ഫാക്ടോറിയൽ. അപ്പോൾ ആദ്യം 3 പവർ 3 ആണ്. 3 പവർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 27 ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 7 ആണ്. ഇനി 3 ഫാക്ടോറിയൽ ഉണ്ട്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. ഓക്കെ, സോ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ് കിട്ടുന്നത്. 6 പവർ 6 ആണ് വരുന്നത്. അപ്പോൾ 6ൻ്റെ ഏത് പവർ വന്നു കഴിഞ്ഞാലും അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഇതാണ് 3 ഫാക്ടോറിയൽ പവർ 3. സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 കിട്ടി, പവർ 3 ആണ്. അപ്പോൾ ഇത് 6 പവർ 3 എന്ന് വരും. 6ൻ്റെ കൂടെ എന്ത് വന്നാലും യൂണിറ്റ് ഡിജിറ്റ് 6 ആയിരിക്കും. ദെൻ അടുത്തത് 3 പവർ 3 ഫാക്ടോറിയൽ ആണ്. 3 പവർ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 പവർ 3 ഫാക്ടോറിയൽ is equal to 3 പവർ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. 3 പവർ 6 എന്ന് കിട്ടും. ഓക്കെ, 3 പവർ 6 എന്ന് കിട്ടും. ഇനി 6 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. 4 കൊണ്ട് ഡിവിസിബിൾ ആകുമ്പോൾ 6/4 ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ന് പറയുന്നത് 2 ആണ് കിട്ടുന്നത്. സോ 6/4 ചെയ്യുക, റിമൈൻഡർ 2 കിട്ടി. അപ്പോൾ 3 സ്ക്വയർ കിട്ടി. സോ ദ യൂണിറ്റ് ഡിജിറ്റ് ഇസ് 9. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ 4ൻ്റെ കേസും 3യുടെ കേസും ഇങ്ങനെ ചെയ്തു നോക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 പവർ 1 ഫാക്ടോറിയൽ, 3 പവർ 2 ഫാക്ടോറിയൽ, 3 പവർ 3 ഫാക്ടോറിയൽ, then 3 പവർ 4 ഫാക്ടോറിയൽ, 3 പവർ 5 ഫാക്ടോറിയൽ, 3 പവർ 6 ഫാക്ടോറിയൽ, 3 പവർ 7 ഫാക്ടോറിയൽ.
ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെയൊക്കെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കാം. 3 പവർ 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൻ്റെ വാല്യൂ 1 ആണ്. സോ 3 പവർ 1 ആണ്. അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 3 എന്ന് കിട്ടി. ഇനി 3 പവർ 2 ഫാക്ടോറിയൽ, അതായത് 3 പവർ 1 ഇൻറ്റു 2 ആണ്. സോ 3 സ്ക്വയർ എന്ന് വരും. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 എന്ന് കിട്ടി. ഇനി അടുത്തത് 3 പവർ 3 ഫാക്ടോറിയലാണ്. 3 പവർ 3 ഫാക്ടോറിയൽ. സോ 3 പവർ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് വന്നു. അതായത് 3 പവർ 6 വന്നു. സോ 6നെ നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ വന്നു. സോ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 9 എന്ന് കിട്ടി. ഇനി 3 പവർ 4 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 3 പവർ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ് അല്ലേ? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ആണ്. സോ ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 4 കൊണ്ട് ഡിവിസിബിൾ ആയാൽ നമ്മൾ എന്ത് ചെയ്യും? 3 പവർ 4 എന്ന് എഴുതും. 3 പവർ 4 എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? അതായത് 3 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ആണ്. സോ ഇവിടെ 9ഉം ഇവിടെയും 9 വന്നു. സോ യൂണിറ്റ് ഡിജിറ്റ് ചെയ്യുമ്പോൾ 1 എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി അടുത്തത് ഇതാണ് 3 പവർ 5 ഫാക്ടോറിയൽ. അപ്പോൾ 3 പവർ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് വന്നു അല്ലേ? 3 പവർ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് വന്നു. സോ ഇതും നമുക്ക് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അപ്പോൾ നമ്മൾ 3 പവർ 4 എന്ന് എഴുതും. സോ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 1 കിട്ടി. ഇനി 3 പവർ 6 ഫാക്ടോറിയൽ. 3 പവർ 6 ഫാക്ടോറിയൽ ചെയ്യുമ്പോൾ 3 പവർ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5 ഇൻറ്റു 6 ആണ്. സോ ഇതും 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 3 പവർ 4 1 എന്ന് കിട്ടി. അടുത്തതും സിമിലർ കേസ് തന്നെ 3 പവർ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര അപ് ടു 7 വരെ അല്ലേ? അപ്പോൾ ഇതും 4 കൊണ്ട് ഡിവിസിബിൾ. സോ 3 പവർ 4 യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. മനസ്സിലായോ? അതായത് 3 പവർ 4 ഫാക്ടോറിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല 3 പവർ 4 ഫാക്ടോറിയൽ തൊട്ട് നമ്മുടെ ഈ പവർ എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. 4 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് ഈ നമ്പർ 3 ആണ്. അപ്പോൾ 3 പവർ 4 എന്ന് എഴുതും നമ്മൾ. 3 പവർ 4 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ് 1 2 3 പവർ 1 2 3 ഫാക്ടോറിയൽ. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ 123 എഴുതി. എന്നിട്ടോ 123 ഫാക്ടോറിയലാണ് പവറിൽ ഉള്ളത്. ഓക്കെ, പവറിലുള്ളത് 123 ഫാക്ടോറിയലാണ്. ഓക്കെ, 123 ഉണ്ട് പവർ, 123 ഫാക്ടോറിയലും ഉണ്ട്. സോ ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സെട്ര അപ് ടു 123 വരെയുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിടയ്ക്ക് വരുന്ന ഒരു നമ്പറാണ് 4 അല്ലേ? അപ്പോൾ ഈ നമ്പർ 4 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? 3 പവർ 4 എന്ന് എഴുതാം. 3 പവർ 4 എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 1 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു നമ്പർ, അതായത് 87 പവർ 123 ഫാക്ടോറിയൽ എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് എഴുതും? 87 ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 7 ആണെന്ന് കിട്ടി. 87ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആണ്. ദെൻ അടുത്തത് ഇത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. 4 കൊണ്ട് ഡിവിസിബിൾ ആയതുകൊണ്ട് തന്നെ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പോൾ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ നമ്മളിത് 7 പവർ 4 എന്നാണ് എഴുതുക. ഇനി 7 പവർ 4 വരുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 7 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ ചെയ്യുക. ഇത് 49. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. ഇവിടെയും 9 ആണ്. സോ 9 ഇൻറ്റു 9 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 1 എന്ന് കിട്ടി. യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ 1 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണോ? ഇതേപോലെ തന്നെ സിമിലർ കേസ് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു നമ്പർ തന്നാൽ മതി. അതായത് 892 പവർ 784 ഫാക്ടോറിയൽ എന്ന് വന്നെന്ന് വെച്ചോ. വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ
2 ആണ്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. അതായത് 4 ഫാക്ടോറിയൽ തൊട്ടുള്ള ഏത് ഫാക്ടോറിയൽ എടുത്തു കഴിഞ്ഞാലും അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ ഈ യൂണിറ്റ് ഡിജിറ്റ്, ഈ ബേസിലുള്ള നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് പവർ 4 എന്നാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കണം. ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 2 പവർ 4ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. ഓക്കെ, ഇതാണ് ഇവൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. ഇനി എന്തെങ്കിലും തരട്ടെ, അടുത്തൊരു നമ്പർ തരുന്നത് പറഞ്ഞാൽ 1296 പവർ 284 ഫാക്ടോറിയൽ ഇൻറ്റു 3849 പവർ 252 ഫാക്ടോറിയൽ. ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെന്ന് വെച്ചോ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. ഓക്കെ, ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ നമ്മൾ 4 എഴുതി. ഇനി രണ്ടാമത്തെ കേസ്, ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. ഈ നമ്പർ ഡിവിസിബിൾ ബൈ 4 ആണ്. സോ നമ്മൾ 4 എഴുതി. ഇനി നോക്കാനുള്ളത് 6ൻ്റെ ഏത് പവർ വന്നു കഴിഞ്ഞാലും അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. ഇനി 9ൻ്റെ കേസ് വരുമ്പോൾ എന്താണ്? 9ൻ്റെ പവർ ഓഡ് ആണെങ്കിൽ 9 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. ഇനി 9ൻ്റെ പവർ ഈവൻ ആണെന്ന് വെച്ചോ, അപ്പോൾ 1 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. സോ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 9 പവർ 4 ആണ് വന്നിരിക്കുന്നത്, ഈവൻ നമ്പറാണ്. സോ യൂണിറ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. അപ്പോൾ മൊത്തത്തിൽ 6 × 1 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടി. അതായത് ഇത്രയും വലിയൊരു വാല്യൂ രണ്ടെണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 6 ആണ്. ഓക്കെ ആയല്ലോ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ 333 പവർ 33 ഫാക്ടോറിയൽ പ്ലസ് 555 പവർ 555 ഫാക്ടോറിയൽ പ്ലസ് 777 പവർ 777 ഫാക്ടോറിയൽ പ്ലസ് 999 പവർ 999 ഫാക്ടോറിയൽ. ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്. ദെൻ ഇതിന് ഡിവിസിബിൾ ബൈ 4 ആണ് അല്ലേ? അതായത് 333 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 × 4 × 5 എക്സെട്ര അപ് ടു 333 വരെ. സിമിലർ കേസാണ് ഇവിടെ 5 പവർ 4 കിട്ടും നമുക്ക്. ദെൻ ഇത് ചെയ്യുമ്പോൾ 7 പവർ 4 എന്നാണ് കിട്ടുന്നത്. ദെൻ ഇവിടെ 9 പവർ 4 കിട്ടി. 9 പവർ 4 കിട്ടി. ഈ 3 പവർ 4ൻ്റെ എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് വരും? 1 വരും. 5ൻ്റെ ഏത് പവർ ആയാലും യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. ഇനി 7ൻ്റെ കേസിൽ പവർ 4 ആണ് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 9ൻ്റെ കേസിൽ പവർ 4, 9 പവർ ഈവൻ ആണ് വന്നിരിക്കുന്നത്. പവർ ഇവിടെ ഈവൻ ആണ് വന്നിരിക്കുന്നത്. ഈവൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഈവൻ വന്നു കഴിഞ്ഞാൽ 1 ആണ്. സോ മൊത്തത്തിൽ ഇവിടെ 5 + 1 6, 6 + 2 8 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 8 ആണ്. 8 ആണ് ഈ ഒരു നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, ഇനി അടുത്തത് 1 ഫാക്ടോറിയൽ into 2 factorial into 3 factorial into 4 factorial. അത് ഒരു നമ്പർ. സോ 1 factorial into 2 factorial into 3 factorial into 4 factorial into 5 factorial. Then again 1 factorial into 2 factorial into 3 factorial into 4 factorial into 5 factorial into 6 factorial. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 1 × ഇവിടെ എന്താണ്? 2 ആണ്. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്.
4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 24 ആണ്. അപ്പോൾ 6 ഇൻറ്റു 2 12 കിട്ടി. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 2 ആണ്. 2 ഇൻറ്റു 4 8 ആണ് ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്. ഓക്കെ, ദെൻ അടുത്തത് 1 ഇൻറ്റു 2 ഇൻറ്റു 6 ഇൻറ്റു 24 ഇൻറ്റു 120 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഇത്രയും നമ്പേഴ്സിൻ്റെ കൂടെ നമ്മൾ 120, അതായത് ഇതിൻ്റെ എല്ലാം യൂണിറ്റ് ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 0 എന്ന് കിട്ടും. സിമിലർ കേസ് തന്നെ ഇവിടെ 1 ഇൻറ്റു 2 ഇൻറ്റു 6 ഇൻറ്റു 24 ഇൻറ്റു 120 ഇൻറ്റു 720 കിട്ടി. അപ്പോൾ ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. അതായത് നമ്മളിങ്ങനെ ഇത്രയും ഫാക്ടോറിയൽസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് 5 ഫാക്ടോറിയൽ തൊട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, അതായത് 4 ഫാക്ടോറിയലിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമുക്കിവിടെ 8 എന്ന് കിട്ടി. ഇനി 5 ഫാക്ടോറിയലും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 120 ആണ്. സോ അതും ഇതിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, അവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 0 ആയിട്ട് കിട്ടും. ദെൻ അഗെയിൻ ഇവിടെ 6 ഫാക്ടോറിയലും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ 120യുടെ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 0 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് അപ് ടു ഇപ്പോൾ എക്സെട്ര അപ് ടു നമ്മൾ ഒരു 120 ഫാക്ടോറിയൽ വരെ ചെയ്താലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ്. ഇനി നമ്മൾ ഇതുപോലെ അഡീഷൻ്റെ കേസ് പറയുകയാണ്. അഡീഷൻ്റെ കേസ് പറയുമ്പോൾ നോക്കിക്കേ, 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ. അത് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 24. സോ 6 പ്ലസ് 2 8, 8 പ്ലസ് 1 9, 9 പ്ലസ് 4 13. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് നമുക്ക് 3 എന്ന് കിട്ടി. ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് 3 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്തത് 1 പ്ലസ് 2 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ എടുക്കുകയെന്ന് വെച്ചു. അപ്പോൾ എന്ത് കിട്ടും? 1 പ്ലസ് 2 പ്ലസ് 6 പ്ലസ് 24 പ്ലസ് 120 എന്ന് കിട്ടി. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴും ഇവിടെ 1ഉം 2ഉം 6ഉം 4ഉം എടുത്തു. അപ്പോൾ നമുക്കിവിടെ 13 എന്ന് കിട്ടി അല്ലേ, 13 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 3 ആണ്. അതിൻ്റെ കൂടെ ഇനി ഈ യൂണിറ്റ് ഡിജിറ്റ് ആഡ് ചെയ്യും. അപ്പോൾ 3 തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ദെൻ അടുത്തത് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ പ്ലസ് 5 ഫാക്ടോറിയൽ പ്ലസ് 6 ഫാക്ടോറിയൽ എടുത്തു. അപ്പോൾ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള യൂണിറ്റ് ഡിജിറ്റ് നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു 3 ആണെന്നുള്ളത്. അതിൻ്റെ കൂടെ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 720 ആണ്. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 3 എന്ന് കിട്ടി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഫാക്ടോറിയൽ തൊട്ട്, അതായത് ഇങ്ങനെ അഡീഷൻ ചെയ്യുമ്പോൾ 5 ഫാക്ടോറിയൽ തൊട്ട് പിന്നെ അങ്ങോട്ട് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ് ടു 4 ഫാക്ടോറിയൽ വരെയുള്ളത് എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള യൂണിറ്റ് ഡിജിറ്റ് എടുക്കുമ്പോൾ 3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കേസ് എന്താണ്? നേരത്തെ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഫാക്ടോറിയൽ വരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8 കിട്ടിയത്. ദെൻ അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ 5 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ മൊത്തത്തിൽ യൂണിറ്റ് ഡിജിറ്റ് 0 ആയി മാറും 5 ഫാക്ടോറിയലോട്ട്. ഓക്കെ, അപ്പോൾ 5 ഫാക്ടോറിയലോട്ട് 0 ആയി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ കേസ് വരുമ്പോൾ 5 ഫാക്ടോറിയൽ തൊട്ട് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? 3 ആണ് ഇവിടെ വരുന്നത്. ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 ഫാക്ടോറിയൽ പവർ 3 പ്ലസ് 2 ഫാക്ടോറിയൽ പവർ 4 പ്ലസ് 3 ഫാക്ടോറിയൽ
പവർ 5 പ്ലസ് 6 ഫാക്ടോറിയൽ പവർ 8 ഇങ്ങനെ വന്നു. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 1 ഫാക്ടോറിയൽ 1 ആണ്. സോ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 2 ഫാക്ടോറിയൽ 2 ആണ്. 2 പവർ 4ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 പവർ 4ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 ആണ് വരുന്നത്. ഇനി 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 6 പവർ എന്ത് വന്നു കഴിഞ്ഞാലും യൂണിറ്റ് ഡിജിറ്റ് 6 ആണ് വരുന്നത്. ഓക്കെ, then അടുത്തത് 6 ഫാക്ടോറിയൽ ആണ്. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 720, അതായത് 5 ഫാക്ടോറിയൽ തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ് 5 ഫാക്ടോറിയലോട്ട്. അപ്പോൾ ഇവിടെ 0 ആണ് വരിക. അപ്പോൾ 0യുടെ പവർ എന്ത് വന്നു കഴിഞ്ഞാലും ആൻസർ 0 ആണ്. സോ ഇവിടെ എത്ര ഉത്തരം കിട്ടും? 6 + 1 7, 7 + 6 എത്രയാണ് വരുന്നത്? 13 വരും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ യൂണിറ്റ് ഡിജിറ്റിൽ ഫാക്ടോറിയൽ അപ്ലൈ ചെയ്തിട്ടുള്ള യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത്രയും നോക്കിയാൽ മതി.